ഇന്നത്തെ ഗോസ്പലിനെ കുറിച്ച് ടോമി വോങ് എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട് ഹൗ നോട്ട് ടു ഡൈ ഇൻ യുവർ സിൻസ്. എനിക്കതൊരു ഐ ഓപ്പണറായിരുന്നു. ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ പാപത്തെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല. ദൈവത്തിൻ്റെ കാരുണ്യം, പ്രത്യാശ, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. പാപത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ധ്യാന സെൻറ്ററുകളുടെ ആ പാറ്റേൺ എനിക്കിഷ്ടമല്ല. പക്ഷെ ടോമി വോങ് പറയുന്നൊരു കാര്യം ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, അത് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. പക്ഷെ ആ ഡോക്ടർ നിങ്ങളോടത് പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ നിങ്ങൾ അപ്സെറ്റാവും, നിങ്ങൾ വിഷമിക്കുന്ന കരുതി അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാത്ത പ്രീച്ചേഴ്സ് ജനങ്ങളോട് ചെയ്യുന്നത് ഈ ക്രൂരതയാണ്. ഇന്ന് ഗോസ്പലിൽ ഈശോ പറയാണ്, നിങ്ങൾ പാപത്തിൽ മരിക്കും. അപ്പം പാപത്തിൽ മരിക്കാതിരിക്കാനുള്ള 4 കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. ഒന്ന്, ഡോണ്ട് ഡൈ ഇൻ യുവർ സെൽഫ് റൈറ്റിയസ്നെസ്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈശോനെ കളിയാക്കിക്കൊണ്ട് യഹൂദർ പറയാണ്, ഇവനെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ സ്വയം നീതീകരിക്കുകയാണ്, ഞങ്ങൾ പാപത്തിൽപ്പെട്ട ആൾക്കാരല്ല. രണ്ടാമത്തത്, ഡോണ്ട് ഡൈ ഇൻ യുവർ വേൾഡിൽനെസ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഈ നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം ഒട്ടിപ്പിടിച്ച് നിങ്ങൾ നിന്നാൽ പാപത്തിൽ മരിക്കും. 3, ഡോണ്ട് ഡൈ ഇൻ അൺബിലീഫ്. ഞാനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും. ഞാൻ തന്നെ എന്നുള്ളത് ഐ ആം സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് ഗോഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. 4, ഡോണ്ട് ഡൈ ഇൻ വിൽഫുൾ ഇഗ്നറൻസ്. നീ ആരാണെന്ന് അവർ ചോദിക്കണ്ട. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ആരംഭം തൊട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള എന്നാണ്. അത് തന്നെ വീണ്ടും പറയുന്നത്. ഈശോ നിരന്തരമായിട്ട് മിനിസ്ട്രിയിൽ മുഴുവൻ പഠിപ്പിച്ചത് എന്താണ്, അത് കേൾക്കാൻ അവർ തയ്യാറില്ല. വിൽഫുള്ളായിട്ട് അവർ ഇഗ്നോർ ചെയ്യാണ്. അവർക്ക് അറിഞ്ഞിട്ടും അവർ വേണ്ടാന്ന് വെക്കാണ്. സോ ഡോണ്ട് ഡൈ ഇൻ വിൽഫുൾ ഇഗ്നറൻസ്. പാപത്തിൽ മരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമൊന്നുമല്ല. അത് നമ്മൾ ഓരോരുത്തരും ബോധപൂർവ്വം എടുക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ്.